Okay, my dear children, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണ്. അപ്പോൾ വിൻഡോ സ്ക്രീൻ. Now we are going to study how the buttons on the taskbar appears. Okay, ടാസ്ക് ബാറിൽ എങ്ങനെയാണ് ബട്ടൺസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. For this, first we have to click on the start button. സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അല്ലേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ് ഏതാണോ അത് ഓപ്പൺ ചെയ്തെടുക്കാം. ഹിയർ ദ പ്രോഗ്രാം ഈസ് ഓപ്പണിംഗ് ഫ്രം ദ ആക്സസറീസ്. Can you see this? Yes, the calculator program is active now അല്ലേ. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ പ്രോഗ്രാമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് വിൻഡോ ആയിട്ട് കാൽക്കുലേറ്ററിനെ കാണാം. അതിൻ്റെ സ്മോൾ ബട്ടൺ ടാസ്ക് ബാറിലും കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വിൻഡോ, അതായത് നെക്സ്റ്റ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യാണ്. ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഹിയർ ഓപ്പണിംഗ് ദ നെക്സ്റ്റ് പ്രോഗ്രാം. ദിസ് ദ പെയിൻറ്റ് പ്രോഗ്രാം അല്ലേ. പെയിൻറ്റ് പ്രോഗ്രാമാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് റിസൈസ് ദ വിൻഡോ നൗ. വിൻഡോനെ റിസൈസ് ചെയ്ത് ചെറുതാക്കി വെച്ചു. സോ യു ക്യാൻ സീ 2 വിൻഡോസ് ആൻഡ് 2 ബട്ടൺസ് ഓൺ ദ ടാസ്ക് ബാർ. ടാസ്ക് ബാറിൽ താഴെ കണ്ടോ 2 ബട്ടൺസിന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നൗ ഓപ്പണിംഗ് ദ നെക്സ്റ്റ് പ്രോഗ്രാം. ഇനി അടുത്തൊരു പ്രോഗ്രാമും കൂടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗെയിം പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം ഓപ്പൺ ആവുന്നുണ്ടോ എന്ന്. സംതിങ് ട്രബിൾ ഇൻ ഇറ്റ്. അത് ഓപ്പൺ ആവാൻ എന്തോ ഒരു പ്രയാസം കാണിക്കുന്നുണ്ട് അല്ലേ. So we may leave that program and we are going to try another program here. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, now we can open a program from the desktop. ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്കൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. Here I am going to opening the Firefox program, that is the network. Yes, it's a network explorer. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളല്ല, സോറി, നെക്സ്റ്റ് 3rd സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനില്ല. 4th നമ്മൾ ഇൻ്റർനെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കുറേ സെർച്ച് എൻജിൻസൊക്കെ അല്ലേ. അതിനെ പോലുള്ള ഒരു സെർച്ച് എൻജിനാണ് ഫയർഫോക്സ് എന്ന്. ഫയർഫോക്സ് ഓപ്പൺ ചെയ്യാണ് നമ്മളിപ്പോൾ. നമുക്ക് നെറ്റിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം, ഫയർഫോക്സ്. ഹിയർ ഓപ്പണിംഗ് ദ ഫയർഫോക്സ് വിൻഡോ. ഐ എം ഗോയിങ് ടു റിസൈസിങ് ദ വിൻഡോ. ഈ വിൻഡോ നമുക്ക് ചെറുതാക്കി വെക്കണം. എന്നാലേ കുറേ വിൻഡോസിന് ഇപ്പം ഉണ്ടോ പേപ്പേഴ്സ് അട്ടി വെച്ച പോലെ ഇല്ലേ, അടുക്കി വെച്ച പോലെ ശരിക്ക് കാണാൻ പോകുന്നുണ്ട് അല്ലേ. ഈ വിൻഡോസിൻ്റെയൊക്കെ ബട്ടൺസിന് നമുക്ക് എവിടെ കാണാം? ടാസ്ക് ബാറിലും കാണാം. കാണുന്നുണ്ടോ? യെസ്, ദർ ആർ 3 buttons on this task bar: calculator, paint window and also the Firefox window. Okay, I am closing the calculator window. Disappear. Calculator window close ചെയ്തു അല്ലേ. നെക്സ്റ്റ് പെയിൻറ്റ് വിൻഡോ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഫയർഫോക്സ് വിൻഡോയും ക്ലോസ് ചെയ്തു. ഫയർഫോക്സ് വിൻഡോ ക്ലോസ് ചെയ്തില്ല, അതിനെ മാത്രം നമുക്ക് കാണുന്നുണ്ടോ? യെസ്, നൗ ഇറ്റ്സ് ഓൾസോ ക്ലോസ്ഡ്. സോ ദർ ആർ നോ ബട്ടൺസ് ഓൺ ദ ടാസ്ക് ബാർ ഓൾസോ. അപ്പം ടാസ്ക് ബാറിലൊന്നും ഒരു ബട്ടൺസും കാണാനില്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് 3 വിൻഡോസിനെയും കാണുന്നുണ്ട്. കാൽക്കുലേറ്ററും പെയിൻറ്റും ഫയർഫോക്സും. വെൻ ഐ ആം ഹൈലൈറ്റിംഗ് ദ അതായത് ക്ലിക്കിംഗ് ഓൺ ദ calculator button, calculator window is highlighted. If I am clicking on this Firefox button will be highlighted. ഡെസ്ക്ടോപ്പിൽ ഫയർഫോക്സ് ബട്ടൺ ഹൈലൈറ്റ് ആയി കാണിക്കുകയും ചെയ്യും. സോറി, ടാസ്ക് ബാറിൽ ഫയർഫോക്സ് ബട്ടൺ, അതായത് ഏത് ബട്ടണാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അത് ഹൈലൈറ്റ് ആയി കാണിച്ചിട്ട് അതിൻ്റെ വിൻഡോ ഡെസ്ക്ടോപ്പിൽ ഫ്രണ്ടിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തത് പെയിൻറ്റ് വിൻഡോയിലാണ്. സോ പെയിൻറ്റ് വിൻഡോ ഈസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ screen. Here I am clicking on the calculator, then calculator is appear on the front, and again clicking on the Firefox will appear on the front. അങ്ങനെ നമ്മൾ ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലാക്കുന്നു നിങ്ങൾ
എങ്ങനെയാണ് ഈ ടാസ്ക് ബാറിൻ്റെ എലമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഗെയിൻ ഐ ആം ഓപ്പണിംഗ് ദ നെക്സ്റ്റ് വിൻഡോ ആസ് വേർഡ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു വിൻഡോ കൂടെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാം ടാസ്ക് ബാറിൽ ഒരു ബട്ടണായിട്ട് കാണാം. ഇപ്പോൾ 4 ബട്ടൺസ് നമുക്ക് ടാസ്ക് ബാറിലും കാണാം, 4 വിൻഡോസിനെ നമുക്ക് ഡെസ്ക്ടോപ്പിലും കാണാം. ദെൻ ഐ ആം ഓപ്പണിംഗ് അനദർ വിൻഡോ ഹിയർ. നെക്സ്റ്റ് പ്രോഗ്രാം കൂടെ ഓപ്പൺ ചെയ്യാണ്. ഇറ്റ് ഈസ് ദ എക്സൽ ഷീറ്റ്. കാൽക്കുലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് എക്സൽ ഷീറ്റ്. അതും സ്ക്രീനിനെ ഒന്ന് റീസൈസ് ചെയ്ത് വെക്കുകയാണ്, എന്നാലേ നമുക്ക് എല്ലാ സ്ക്രീനും കൂടെ ഒരുമിച്ച് കാണാൻ സാധിക്കുള്ളൂ. നൗ ഹിയർ ദർ ആർ 5 screens on the desktop and you can see 5 buttons on the taskbar also. ടാസ്ക് ബാറിൽ 5 ബട്ടൺസിനെയും കാണാം, ഡെസ്ക്ടോപ്പിൽ 5 സ്ക്രീൻസ് കാണാം. വെൻ വി ആർ ക്ലിക്കിംഗ് ഓൺ ഈച്ച് വൺ അല്ലേ, നമ്മൾ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പം കാൽക്കുലേറ്റർ, പെയിൻറ്റ്, ഫയർഫോക്സ്, വേർഡ്, എക്സൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോഴും അതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതാണ് നമുക്ക് ഈ പോർഷനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Okay, thank you.